പുളിശ്ശേരികളൊക്കെ ഭയങ്കര ടേസ്റ്റാണല്ലേ. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കറിയാണ് ഈ പുളിശ്ശേരി. അതിൽ തന്നെ ഈ മാമ്പഴ പുളിശ്ശേരി. ഇപ്പോൾ മാങ്ങാക്കാലമാണ്, അപ്പോൾ എല്ലാവർക്കും പുളിശ്ശേരി ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇഷ്ടം പോലെ മാങ്ങ എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ചന്ദ്രക്കാരൻ മാങ്ങയില്ലേ, നമ്മൾ ചപ്പി കുടിക്കുന്ന മാങ്ങ, അതാണ് ഇപ്പോൾ ഈ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 10 എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് അതിലേക്ക് തന്നിരിക്കുന്ന അളവ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് വേവിക്കുക. ഇനി ഇതിലേക്കുള്ള അരപ്പിനായിട്ട് തേങ്ങ ചിരവിയത്, പിന്നെ പച്ചമുളക്, ജീരകം ചേർത്ത് അരയ്ക്കാം. അപ്പോൾ വെന്ത മാങ്ങയിലേക്ക് ഈ അരപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കാം. അതിനിടയിൽ നമുക്ക് തൈരൊന്ന് ഉടച്ചു വയ്ക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് കട്ടയില്ലാതെ ഉടച്ചു വയ്ക്കാം. ഇനി വെന്ത മാങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്. അതൊരു ഭയങ്കര ടേസ്റ്റ് കൂട്ടുന്നൊരു സംഭവമാണ് കേട്ടോ, ഈ ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കുന്നത്. അതുകൂടെ ചേർത്ത് നന്നായി ഇളക്കി ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഒരു 1 മിനിറ്റ് 2 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ തൈര് ചേർക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളത് കുറച്ച് മധുരമാണ്. മാങ്ങയ്ക്ക് മധുരം ഉണ്ടെങ്കിലും ഭയങ്കര മധുരം ഉണ്ടായില്ല, അതുകൊണ്ട് അല്പം കൂടെ മധുരം ചേർക്കണം. അതിനായിട്ട് ശർക്കര ഒരുക്കിയതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പഞ്ചസാരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് വറുത്തിടാനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളക്, വേപ്പില ഇതൊക്കെ മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. നമ്മൾ കൂട്ടി തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ സൂപ്പറാണ്.